ഹലോ ഗൈസ്, അപ്പോ ഇന്ന് നമ്മള് അമ്പലത്തിൽ പോവാണ്. നമ്മുടെ രാവിലെ എഴുന്നേറ്റ് സമയം 5:58. ഒരു 5:05 എണീറ്റു. എന്നിട്ട് കുളിച്ചു. അപ്പോ ഞാൻ വിചാരിച്ചു കെട്ടടി എത്തി അമ്പലത്തിൽ പോകണമെല്ലാം നിങ്ങൾ കാണിക്കാം. നമുക്ക് ഇറങ്ങാം. ഈ മുടി ഒക്കെ ഉണങ്ങുന്നത് എനിക്കറിഞ്ഞത്. അതാണ് എനിക്ക് ഏറ്റവും ടാസ്ക്. എന്റെ ഹെയർ ഒന്ന് കെട്ടി വെക്കുന്നത് വരെ ഏറ്റവും ടാസ്ക് ആണ്. ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടാം. വരാനാണ് പാട്. ഞാൻ വലിയ മേക്കപ്പ് പോലെ ഒന്നും ചെയ്യുന്നുള്ള കാരണം എന്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഇടുമ്പോഴേ എന്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആവും. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പോഴേ എനിക്ക് അറിഞ്ഞില്ലേ ഇങ്ങനെ എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ മാത്രം എടുത്തു തന്നു. കാരണം ഐലൈനർ പോലും ഞാൻ എടുത്തിട്ട് വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇത് പഴയത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനും എന്റെ ചേച്ചിയും അമ്മയായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ഞാൻ ഏത് അമ്പലത്തിലാണ് പോണേന്ന് പറഞ്ഞില്ല. ഏത് അമ്പലത്തിലാണ് പോണേ ഇന്ന ദിവസം എന്ന് വെച്ചാൽ ബുക്ക് എടുക്കുന്നൊക്കെ ഇവിടെ പറയുന്നുള്ളൂ. അവിടെ എന്ത് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നവരാത്രി തീരുന്ന ദിവസമാണ് എന്തോ എനിക്കാവുന്ന അറിഞ്ഞൂടാ. ബുക്ക് എടുക്കുന്ന ദിവസമാണല്ലോ എന്ന് എനിക്കറിയാം. അപ്പൊ ഞാനും എന്റെ അമ്മയും ചേച്ചിയായിട്ടാണ് പോകുന്നത് എവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഓക്കെ, ഞാൻ പ്രിന്റ് ഞാൻ ഈ സെയിം സാധനം തന്നെ കയ്യിലിടുന്നത്. ടാൻ അടിക്കാതിരിക്കാനുള്ളതല്ല, സ്കിൻ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനുള്ളത്. കാണാമോ? ആ, ഇത് നല്ല സൺസ്ക്രീമാണ്, പെട്ടെന്ന് മോയ്സ്ചറൈസ് ആവും. എല്ലാം വരാനാണ് പാട്. തീർന്നിരിക്കുകയാണേ എന്നറിയും. നമുക്ക് ഇനി കുറച്ച് രൂപങ്ങളൊക്കെ വരയ്ക്കാം. എങ്ങനെയുണ്ട്? ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം അറിയാം. ഇത് എല്ലായിടത്തും ആവും. ഞാൻ മുമ്പിടുമ്പം എന്റെ സൺസ്ക്രീൻ വരെ വരില്ലായിരുന്നു. സോ ഇച്ചിരി കട്ടിയായിരുന്നു. ഇച്ചിരി നല്ല ഒരു ലിക്വിഡ് ടൈപ്പ് സാധനമാണ്. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ എന്നിട്ട് നമുക്ക് എല്ലായിടത്തും ഇതാവും. നമുക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് ഇങ്ങനെ അബ്സോർബ് ആവുന്ന ടൈപ്പ് ആവും. പൗഡർ എനിക്ക് പൗഡർ ഇടാതെ പറ്റില്ല, കാരണം എനിക്ക് ഇങ്ങനെ ഓയിൽ ആയിട്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടമായിരുന്നു. പൗഡർ നീ ഇടയ്ക്ക് എവിടെ അങ്ങോട്ട് പോയി കാണിച്ചിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ സാധനം ഉണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഇത് വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇനിയാണ് നമുക്ക് ഇതിന്റെ മെയിൻ റോൾ. എല്ലാവർക്കും ഞങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഐബ്രോ ഫിൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല, കാരണം ഫുൾ വളർന്ന് നടക്കാൻ. എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യാം. മുടി പോണെന്നും സ്ട്രെസ്സായി. ഇനിയാണ് നമ്മുടെ മെയിൻ. ഇത് എപ്പോഴൊക്കെ വെട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്റെ ഹെയർ. അത്രയായി. അപ്പോ നമുക്കിനി ഉള്ളത് കണ്ണാണ്. കണ്ണിന് ചെയ്യാൻ ആകെ എന്റെ കണ്ണിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഹോസ്റ്റലിലും. അമ്മയുടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ പ്രാർത്ഥന അങ്ങനെ എന്തൊക്കെയാണ് കേട്ടവർ അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ. ഇതൊക്കെ ഓർമ്മ. ഇതൊക്കെ ഇപ്പൊ ഭയങ്കര നൊസ്റ്റാൾജിയ സംഭവങ്ങളാണ്. ഇത് വെച്ച് നോക്കാം എന്തെങ്കിലും നടക്കുമെന്ന്. വെച്ചോട്ടെ, കുളമാവുന്നു. ഇതൊക്കെ ഇത് വെച്ചുള്ള കാര്യമുണ്ട്. പെട്ടെന്ന് സ്പ്രെഡ് ആവും കണ്ണിലൊക്കെ. പിന്നെ തുടച്ചാലും മാച്ചാലും പോകില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രെഡ് ആവുന്നുണ്ട് ഗൈസ്. ഇത്ര വെക്കുന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ചെറിയൊരു നീറ്റലുണ്ട്. ബ്ലാക്ക് പൊട്ടാണ് എപ്പോഴും പൊട്ടും ചരിഞ്ഞു പോയി തോന്നാറുണ്ട്. ശരി, ഞാൻ ഒരുങ്ങുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യം ചെയ്യാം. ഒന്ന് കണ്ണ്, പിന്നെ എന്റെ ലിപ്സ്റ്റിക് ഇടുക. ലിപ്സ്റ്റിക് നമുക്ക് ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഇടാം. ആ ടൈം കൊണ്ട് ഈ മുടി ഒന്ന് ഉണങ്ങുമ്പോൾ ഞാൻ നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇതാണ് എന്റെ സാരി. ഞാൻ സ്ഥലം കിട്ടിയത് എങ്ങനെയൊക്കെയോ ഒരുവിധം സെറ്റ് ആക്കി വെച്ചു.
പിന്നെ അതിന് കമ്മല് ആക്സസറീസ് ഒക്കെ ഇടാം. ഓക്കെ, നമ്മൾ ഇതാണ് മാത്രമേ ഇടുള്ളൂ. മാല ഒന്നും ഇടണില്ല. ഇത് ഫ്രം അധിക ജുവൽസ്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. എന്റെ ചേച്ചിയുടെ പുതിയ സ്റ്റോറാണ്. ഇതല്ല പിങ്ക് ഇതാണ് കുറച്ച്, കാരണം വേറെ മാല ഒന്നും ഇടണില്ല. ഇതും ഫ്രം അധിക ജുവൽസ്. ഗൈസ്, ഞാനും ചേച്ചി അമ്മയായിട്ടാണ് പോകുന്നത്. വണ്ടിയിലാണ് പോകുന്നത്. ബാക്കി എത്തിയിട്ട് പറയാം. ഓക്കെ, കഴിഞ്ഞ ഇറങ്ങി, ഭയങ്കര തിരക്ക്, വെയില്, ചൂട്, കരിഞ്ഞ്. കൊള്ളാം, കുറേ സമയം നമ്മൾ ക്യൂവിൽ നിന്നിട്ട് നമ്മൾ കാണുമ്പം അത് കുറച്ചും കൂടെ കൊള്ളാം. ഞാൻ ഇവിടെ ഉള്ളത് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഇനി AC സമാധാനം. അമ്മയ്ക്ക് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അതിനാണ് വന്നത്. ലിഫ്റ്റ് ഇപ്പം വരും ഗൈസ്. നമുക്ക് 3rd ഫ്ലോറിലോട്ടാണ് പോവേണ്ടത്. കയറി പിന്നെ ഒരു സാധനം വാങ്ങാൻ പോയി അറിയാമല്ലോ, കുറേ എന്തൊക്കെ അമ്മയ്ക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള. അതിനുശേഷം മിററ് കണ്ട നമ്മളങ്ങനെ വെറുതെ വിടൂരില്ല. പിന്നെ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ചുമ്മാ ഗാലറി കിടക്കാനാണ് പുറത്തിറങ്ങൂല ഒന്നും എടുത്തിട്ട് നമ്മൾ സാധനം കുറച്ച് പുറത്തിറങ്ങി. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. രാവിലോട്ട് ഒന്നും കഴിച്ചിട്ടില്ല, അങ്ങനെ നല്ല രീതിക്കുള്ള വിശപ്പുണ്ട്. അതങ്ങനെ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തിരുന്നപ്പോഴത്തേക്ക് മന്തി വന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. അപ്പം ലൈവ് ഞാൻ അപ്പോഴും ഓർഡർ ചെയ്ത ടൈമിൽ ഞാൻ അവരടുത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പം ഇത് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഷുഗറായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഷുഗർ കുറച്ചിട്ടാൽ മതിയെന്ന്. അപ്പം അവർ വെറും നാരങ്ങ മാത്രം കൊണ്ടുവന്ന് തന്നു ഗൈസ്. എനിക്ക് അതിൻ്റെ എക്സ്പ്രഷനാണ് എൻ്റെ ചേച്ചി ഇപ്പോൾ കാണിച്ചത്. എങ്കിലും ഞാൻ അത് കുടിച്ച് വേസ്റ്റാക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഗൈസ്, ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വളരെ ഒരു മികച്ച വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.